വടക്കം വീട്ടിലെ കൊച്ചുമിനിയാണ്. പിന്നെ എന്താ ചെയ്യാനാ? ഹലോ ഗൈസ്, ഞങ്ങൾ സ്വീറ്റ്സ് എടുത്തായിരുന്നു. ഇപ്പം സമയം 3:45 സൺഡേ. ഹലോ ഗൈസ്, ഒരു സഡൻ പ്ലാനിങ്. അങ്ങനെ നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് കൊച്ചിയിലേക്ക് വിട്ടു. പ്ലാൻ പക്കയായിരുന്നു. ഹയാത്ത് ബോൾഗാട്ടി, അവിടെ നിന്നൊരു ഇഫ്താർ ബൊഫെ. ആവേശത്തിലായിരുന്നു എല്ലാവരും. പക്ഷെ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിച്ചതാണ്. അപ്പോഴാണ് അറിയുന്നത് അവിടുത്തെ സീറ്റെല്ലാം ബുക്ക്ഡായിരുന്നു. അപ്പോൾ നമുക്കൊരു സെക്കൻഡറി ഓപ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ മാരിയറ്റിലേക്ക് വിട്ടു. ഹയാത്ത് പ്ലാൻ നടന്നെങ്കിലും വേണ്ട, മാരിയറ്റിൽ പോകാമെന്ന് വെച്ചു. അപ്പോഴത്തെ കുലി കാശാകുന്നത് പിന്നെ അത് മാറ്റി കുറച്ച് പുല്ല്. ഞങ്ങളെല്ലാം വടക്കം വീട്ടിലെ കൊച്ചുമിനിയാണ്. പിന്നെ എന്താ ചെയ്യാനാ? അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലെ കോതപ്പുല്ലി എത്തിവിട്ടെ കിട്ടും. പറയുന്ന കോലിയൊക്കെ പറഞ്ഞിട്ട് കിട്ടിയപ്പോൾ നേരെ ഇപ്പോൾ ഗ്രാൻഡ് ഹയത്തിലേക്ക് പോകണം ഇഫ്താർ കൊടുക്കാൻ വേണ്ടി. ഹലോ ഗൈസ്, ഞങ്ങളുടെ ഇഫ്താറിന് ജസ്റ്റ് ചേഞ്ച് ഓഫ് പ്ലാൻസ്. ആയിരത്തി പോകേണ്ടിയായിരുന്നു, പക്ഷേ അവിടെ സീറ്റെല്ലാം ഓൾറെഡി ബുക്കായിരുന്നു. സോ ഞങ്ങൾ മാരിയറ്റിലേക്ക് ചേഞ്ച് ആയി. ഇഫ്താർ ബുഫേ ഡിന്നർ കഴിക്കാം, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ജസ്റ്റ് മേളിൽ, പക്ഷേ മേളിലേക്ക് വന്നത് രണ്ടെണ്ണം. അതെ, മേളിലേക്ക് വന്നതിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ വന്നപ്പോൾ അത് വന്ന് ആവിയായിപ്പോയി. സോ ഇപ്പോൾ രണ്ടുപേരും മേളിലേക്ക് പോയിട്ടുണ്ട്. ഫ്ലോറിൻ്റെ നമ്പർ തെറ്റി പോയതാണ്. ഞങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഞങ്ങളിപ്പോൾ കറണ്ട് വേറല്ല, ഒരു ലിഫ്റ്റിൻ്റെ ഒരു എൻട്രൻസ് വാതിലാണ് ഈ കാണുന്നത്. അവരിപ്പോൾ വരുമായിരിക്കും, നമുക്ക് വെയിറ്റ് ചെയ്യാം. അവർ ഏത് ഫ്ലോറിലേക്കാണ് പോയി, ഏത് ഫ്ലോറിലാണ് നമുക്ക് അറിയാം. ഓക്കെ, അവർ 21ാം ഫ്ലോറിലേക്ക് വരും. വരായിരിക്കത്തില്ല, ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. നമ്മൾ ഏത് ഫ്ലോറിലാണ്? ഓക്കെ, മാരിയറ്റിൻ്റെ പൂൾ ബാറിൻ്റെ സൈഡിലോട്ടാണ്. പിന്നെ അവരുടെ പ്രൈവസി മാനേജ് ഞങ്ങൾ തിരിയുന്നു. അല്ല, അവിടെ ഫാമിലീസൊക്കെ ഉണ്ട്. ഇതുവരെ അവർ വന്നില്ല കേട്ടോ. ഇവരും 15ാമത്തെ ഫ്ലോർ ആയതേ ഉള്ളൂ. നമ്മൾ വെയിറ്റിംഗ്. ഇനി അവർ പോയോ അപ്പുറത്തെ ലിഫ്റ്റിൽ കയറി? ഇപ്പോൾ വരും. ക്ലോസ്. ആ ഓക്കെ. അവർ അവിടെ ഇല്ല. ആ ഇവിടെ ഉണ്ട് കേസ്, ഇവിടെ ഉണ്ട്. കിട്ടി. ഞങ്ങൾ കറലിൻ്റെ താഴത്തെ ലോബി ഫ്ലോറാണ് മാരിയറ്റിൻ്റെ. ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഇഫ്താർ ബുഫേ നടക്കുന്നത്. ഇനി അങ്ങോട്ട് കയറി കഴിക്കണം, അത്രേ ഉള്ളൂ. കേസ് കറലി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സീ ഫുഡ് സെക്ഷൻ. ഓൺ ഗോയിങ് പ്രിപ്പറേഷനാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ള ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. പേരുകളിൽ വർണ്ണിക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ കാണും. ഡെസേർട്ട് സെക്ഷനാണിത്. ഡേറ്റ്സിൻ്റെ ഒരു പൈൻ ട്രീ കാണാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ചിക്കൻ സെക്ഷൻ ആട്ടോ. ഇതെല്ലാം ഡെസേർട്ട് കൗണ്ടറാണ് ഗൈസ്. എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ചെയ്താറായി. ജ്യൂസ് കൗണ്ടറിൽ എന്താ പറയുക, ഓറഞ്ച് ആണോ സനോൻ്റെ ഫേവറേറ്റ്? I love orange. Okay. Keema fry. പിന്നെ ഒത്തിരി വെറൈറ്റി ഓഫ് ഡ്രൈ ഫ്രൂട്ട് സിസ്റ്റം പോലെ. പിന്നെ കട്ട് ഫ്രൂട്ട്സ് അല്ലേ. പിന്നെ ഇഫ്താർ സ്പെഷ്യൽ ഇതൊക്കെ എന്ത്, തൈര് കഞ്ഞി, പിന്നെ ഇഷ്ടംപോലെ സ്നാക്സ് ഉണ്ട്. തരിക്കഞ്ഞി ആയിരുന്നു, സോറി, ഞാൻ തൈര് കഞ്ഞി പറയുന്നത്. ഇഷ്ടംപോലെ സ്നാക്സ്, ഫുഡ് ഒത്തിരി ഉണ്ട് ഗൈസ്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൈസ്. ഇത്രയൊക്കെയാണ് നമ്മുടെ മാരിയറ്റിലെ ഇഫ്താർ ബുഫേ. സൂപ്പ് ഉണ്ടായിരിക്കും, അറിയില്ല. ഇതാണ് നമ്മുടെ ഫലൂഡ കൗണ്ടർ. ഓക്കെ, ഞങ്ങളൊക്കെ കഴിച്ചോട്ടോ. ഓക്കെ ഗൈസ്, സാലഡ്സ് ഉണ്ട്, ബ്രെഡ്സ് ഉണ്ട്. ഞങ്ങൾ പതുക്കെ കഴിച്ചോളാം കേട്ടോ. ഓക്കെ ഗൈസ്, ഞങ്ങളുടെ ടേബിൾ 22 ആണ്. പക്ഷേ ഞങ്ങളുടെ ഇവിടെയുള്ള പയ്യന്മാരെ കാണുന്നില്ലല്ലോ. എല്ലാവരും എക്സ്പ്ലോറിങ്ങിന് പോയെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. സൂപ്പിൽ തുടങ്ങി. മൊറോക്കൻ സൈഡിൽ പിന്നെ ഒരു പീസ് ബ്രെഡും എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഒരു ചോക്ലേറ്റ് എടുത്ത് എന്താ ചോക്ലേറ്റ് കോട്ടിങ്ങുള്ള ബണ്ണും ഉണ്ട്. ഇപ്പം ഞങ്ങളുടെ കൂടെ ആൾക്കാർ വന്നു തുടങ്ങി. ഇവന്മാരെ കാണാനില്ല. നിങ്ങൾ എവിടെ പോയാണ്? നിങ്ങളെവിടെ പോയാ? ഞങ്ങൾ സൂപ്പിൽ നിന്ന് തുടങ്ങി. ഇത് എന്ത് സ്റ്റാർട്ടർ ചെയ്ത്? ഞങ്ങൾ ഇച്ചിരി എലഗൻസ് ആയിരുന്നു. നിങ്ങൾ എന്തോരം എടുത്ത്?
എന്താ ഇവിടെ ഉണ്ട് പൊറോട്ടയേ ഉള്ളൂ. കീമയുടെ പൊറോട്ട അടിപൊളിയാണ്. ഓക്കെ, ഇവിടുത്തെ ടോപ്പ് 3 ഐറ്റംസ് ഞങ്ങൾ കഴിച്ചതിൽ വെച്ച് ആദ്യത്തെ പ്രോൺസ്, പിന്നെ രണ്ടാമത്തെ ഹലീമ, പിന്നെ കഴിച്ചത് ഞാൻ ഫിഷ് ബിരിയാണി, അതും ബെസ്റ്റ്. പിന്നെ അത്ര പോരാൻ തോന്നിയ ഡിഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീമ ഫ്രൈ ആൻഡ് ചിക്കൻ ഷവർമ. പിള്ള പാക്കറ്റ് പ്ലേറ്റ്. പിന്നെ ഇതിൻ്റെ പകുതി മുക്കാൽ സാധനത്തിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല, കാരണം എല്ലാം ഒരു അറബിക് ഡിഷസ് ആണ്. പിന്നെ ഈ ബ്രെഡ് എന്ന് പറയുമ്പോൾ ഇത് ഫത്തൂഷാണ്. ഇതൊരു പംകിൻ സാധനമാണ്, പംകിനും പിന്നെ ബീഫോടെ മിക്സ് സാലഡിൻ്റെ. പിന്നെ ഇത് നോർമൽ ചിക്കൻ. പിന്നെ ഇത് ഒരു ടൈപ്പ് ചീസാണ്. പിന്നെ സാലഡ് കൂടുതൽ ഹമ്മൂസാണ്. ഹമ്മൂസിൻ്റെ ഓരോരോ പല പല വെറൈറ്റി കേൾക്കാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്, എനിക്ക് അറിയത്തില്ലല്ലോ ഇവിടെ പറയാൻ. ഇതൊക്കെയാണ് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ബോസ്കിയുടെ ഫിഷ് എക്സ്പ്ലോർ ചെയ്യാണ്. എന്തോ കൊഞ്ച് പൊളിക്കുന്ന കാര്യമുണ്ടോ പറയുന്നത്? ഇതാണ് നമ്മുടെ പ്രോൺസ് ജസ്റ്റ് കുറച്ച് തീർന്നു. ഇപ്പം നമ്മുടെ പ്രോൺസ് ഉണ്ടല്ലോ, വെൽ കുക്ക്ഡ് ആട്ടോ, ഒരു രക്ഷയില്ല. പ്രോൺസ് മാത്രമല്ല എല്ലാ സാധനവും ഒന്നിനൊന്ന് ടോപ്പ് നോച്ച് ആയിട്ട് തന്നെ ഉണ്ട് അല്ലേ? ഞാൻ ഈ പ്രോൺസിന് നമ്മൾ പ്രോൺസൊക്കെ എല്ലാം ഒന്നിനൊന്ന് ടോപ്പ് നോച്ച് തന്നെയാണ് പറഞ്ഞത് അല്ലേ? ഇഫ്താറെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു രസമാണ്, ഇത് ഒരു എക്സ്പീരിയൻസ് തന്നെ. ഇത് ഇങ്ങനെ നമ്മൾ വല്ലപ്പോഴും വന്നിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണം. നല്ല റഷുണ്ട് ഇഫ്താർ. അപ്പം കുറച്ചുകൂടെ നമ്മൾ കഴിക്കട്ടെ. ഇനി ഹലീമൊക്കെ ഉണ്ട്, ടേസ്റ്റ് എല്ലാം ഒന്നും പറയില്ല, ടോപ്പ് ക്വാളിറ്റി തന്നെയാണ്. ഇതാണ് മട്ടൻ ഹലീം. റംസാൻ മാസത്തിൽ മാത്രമേ ഇവിടെ കൊച്ചിയിലൊക്കെ നമ്മൾ കാണത്തുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒത്തിരി സ്ലോ കുക്ക് ചെയ്തെടുക്കുന്ന ഒരു മട്ടനാണ്. മട്ടനും പിന്നെ അതിൻ്റെ കൂടെ എന്തോ റൊട്ടി, ഇത് ആബി റൊട്ടിയും കൂടാണ്. മട്ടൻ ഹലീമാണ് അതിൻ്റെ താരം കേട്ടത്. അത് റംസാൻ മാസത്തിൽ ഭയങ്കര പോപ്പുലറാണ് നമ്മുടെ മിഡിൽ ഈസ്റ്റിലും ഏഷ്യയിലും ഒക്കെ. അങ്ങനെ ഫൈനലി മട്ടൻ ഹലീം കൂടെ കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് ഇങ്ങനെ ഒരു ബുഫേ എടുത്തതാണ്. ഇന്നുവരെ നമ്മൾ കഴിച്ചിട്ടില്ല, പക്ഷെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മട്ടൻ ഹലീം ഫസ്റ്റ് ടൈം ആട്ടോ. ഇത് കാണുന്ന ഇത് ഭയങ്കര സ്മൂത്താട്ടോ. സ്മൂത്തായി ഇങ്ങനെ കുക്ക് ചെയ്തെടുത്ത സാധനമാണ് മട്ടൻ. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടോ. ഗീ ആ മെയിൻ അല്ലേ? ഗീ അല്ലേ? ഗീ ടോപ്പ് ചെയ്താണ്, അതാണ് മെയിനായിട്ട് കഴിക്കുന്നത്. ഒരിക്കലും ഒരു മീറ്റ് വെച്ചുണ്ടാക്കിയ ഒരു ഡിഷാണ് പറയുന്നത്. ഞാൻ ഒന്നും അറിയാനില്ല, അത്ര സ്മൂത്ത് എന്ന് പറഞ്ഞാൽ ബട്ടർ സ്മൂത്ത്. ഗൈസ് നമ്മുടെ മെയിൻ കോഴ്സിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഓൾമോസ്റ്റ് എനിക്ക് പറ്റുന്ന എല്ലാം എടുത്തിട്ടുണ്ട്. നേരത്തെ ഫിഷ് ബിരിയാണി ഉണ്ട്, ബീഫ് ബിരിയാണി ഉണ്ട്, പിന്നെ മട്ടൻ്റെ സാധനമുണ്ട്, ചിക്കൻ കുറുമയുണ്ട്, മട്ടൻ കുറുമയാവും. പിന്നെ ഏതാണ്ടൊരു നമ്മുടെ സ്നാക്സ് ഉണ്ട്, അതും വിട്ടിട്ടില്ല, എല്ലാം എടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഉണ്ട്, പിന്നെ പൈനാപ്പിൾ ഉണ്ട്, പിന്നെ വെറൈറ്റി ഓഫ് ഡേറ്റ്സ് ഉണ്ട്, ഒത്തിരി ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. അടുത്ത പ്ലം കേക്കിന് എന്നെ ഡ്രമ്മി മുക്കിയിട്ടാൽ മുറിക്കുക, അതുകൊണ്ടൊക്കെ ആയിട്ടുണ്ട്. എക്സ്പീരിയൻസ് എന്ന് പറയാമോ? എല്ലാവരുടെയും മുഖത്തുനിന്ന് തന്നെ നമുക്കത് പ്രകടമാണല്ലേ? പക്ഷെ മാരിറ്റിന് അർജുൻ ഇടയ്ക്കൊന്ന് പറഞ്ഞായിരുന്നു. അർജുൻ പറഞ്ഞായിരുന്നു ഹയത്തില്ലെങ്കിൽ ബോസ്കി മാരിറ്റ് അങ്ങനെ പറഞ്ഞത്. അതെന്ത് ഞാനായിരുന്നു അതെ. പക്ഷെ അത് ആ സനുണ്ടാ പറഞ്ഞത്, മുട്ട വെച്ചിട്ട് പോവാ വയറ് അറിയാം. അതാ ഈന്തപ്പഴം പുള്ളിക്ക് അവിടെ ഏതായിരുന്നു ഈന്തപ്പഴം കുത്തി കളക്കുന്നത് ജോലി. ഞങ്ങൾ സ്വീറ്റ്സ് എടുത്തായിരുന്നു. എനിക്കറിയത്തില്ല ഇതൊക്കെ എങ്ങോട്ടേ പോകുന്നത്. ഷവർമയും പറഞ്ഞു, സ്ക്യൂഡൊക്കെ എന്നോട് ഒന്ന് വെറുതെ ഇരിപ്പുണ്ട്. ചോക്ലേറ്റ് കേക്ക് അടിപൊളിയായിട്ടുണ്ട്, പിന്നെ ഒരു ചീസ് കേക്ക് ഉണ്ട്, അത് കഴിച്ചു കൊടുത്താൽ അത് അടിപൊളിയായിരുന്നു. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരിക്കും, നിങ്ങൾക്ക് അറിയാമല്ലോ, കിട്ടുന്ന സാധനം. സോ ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ ഒരാൾക്ക് 299 + GST ആണ്. ഓക്കെ, അതിനനുസരിച്ച് ഞങ്ങളിപ്പോൾ കഴിച്ചിട്ടുണ്ട്. ഒരാൾ തന്നെ ഞാൻ അത് എന്തോരം കഴിച്ചിട്ടുണ്ട്. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തെങ്കിലും ലൈഫിലൊക്കെ ഇത് നമുക്ക് സ്റ്റാർ ഒക്കെ ഒന്ന് ഓപ്പൺ ആക്കി നിങ്ങൾ സ്റ്റാർ ബുഫയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയായിരിക്കും. ഇത് കഴിക്കാൻ ഒരു വയറുണ്ടായിരിക്കണമെന്ന് മാത്രം, ഇല്ലെങ്കിൽ പൈസ പോയെന്ന് പറഞ്ഞാൽ നടക്കാവുന്ന കാര്യം. കഴിച്ച് ഇപ്പോൾ ഞങ്ങൾ ഫലൂടെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിച്ച് ഇതൊന്നും അല്ല കേട്ടോ, ഇവിടെ ഓരോ വട്ടം പ്ലേറ്റ് മാറ്റി പോകുന്നതാണ് കഴിച്ചത്. ഇപ്പോൾ മധുരം മാത്രം വേണ്ടോ. ഇപ്പം രണ്ടൊരു ഐസ്ക്രീം എടുക്കാൻ പോയി കഴിഞ്ഞിടയ്ക്ക് ഞങ്ങൾ ഫലൂടെ കുടിക്കുന്നു. അയ്യോ, അവർ പറഞ്ഞു എനിക്ക് അവിടെ അങ്ങോട്ട് വരില്ലല്ലോ. കഴിച്ച് അണഞ്ഞിട്ടുണ്ട്, വയറൊക്കെ കണ്ട് കുംഭകർണൻ്റോട്ടായി പതുക്കെ. ഒത്തിരി നാൾ ശേഷം ഇത്രയും കഴിക്കുന്നത്. ഇപ്പോൾ വയറ് നിറഞ്ഞു, മനസ്സ് നിറഞ്ഞു, അത് ഹാപ്പിയാണ്. ഇപ്പോൾ ഏകദേശം 9 മണിയായിട്ടുണ്ട്. എന്തായാലും ഒരു 1:30 ഒക്കെ ആകുമ്പോൾ വീട്ടിൽ ചെല്ലാം. ഇത്രയും ഫുഡ് തന്നതിന് നമ്മളെപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം.
അത്രേ ഉള്ളൂ. അനങ്ങാൻ വയ്യ, ആർക്കും അനങ്ങാൻ വയ്യ, എല്ലാവരും ചാഞ്ഞ്. അതിലൊരു സുലൈമാനിയുടെ കഴിച്ച് ഇന്നത്തെ സുലൈമാനി, അതന്നെ സുലൈമാനി. സുലൈമാൻ എവിടെ റേ? സുലൈമാൻ എവിടെ റേ? അത് കഴിച്ച് ഇന്നത്തെ വ്ളോഗ് നിർത്തും കേട്ടോ. ഇന്നത്തെ ഇതാണ് എങ്ങനെ ഉണ്ടായിരുന്നു? അതെ അതെ. ഉണ്ടായിരുന്നു സെലക്ഷൻ ആയോണ്ടേ എൻ്റെ അറിഞ്ഞില്ല. നൈസ് ഫുഡായിരുന്നു. സുലൈമാനി ഉണ്ടായിരുന്നു. സുലൈമാനി നൈസാണ്, ഡൈജഷൻ അല്ലേ. ഇനി എന്താ ടേസ്റ്റ് ചെയ്യാനാ? How was the food? പുള്ളി നോട്ട് ചെയ്യണം, പുള്ളി ഇവിടെ ഉള്ള എല്ലാം കഴിച്ചിട്ടുണ്ട്. നല്ല ഫുഡ്. അയ്യോ അതൊന്ന് കാണിക്കട്ടെ. കഴിച്ചത് പുള്ളി ഒറ്റയ്ക്ക് കുടിച്ച ജ്യൂസിൻ്റെ ഗ്ലാസ്സുകളാണ് കേട്ടോ. അതാ കണ്ടേ, കുടിച്ചുകൂടി തണ്ണിമത്തൻ എത്ര ഇന്നലെ. എന്താണ് ആ തണ്ണിമത്തൻ ജ്യൂസ് ഇത്ര ഒരു നല്ല ഒതന്റിക്കാ. മസ്റ്റായിട്ട് പ്രോൺസ് ഓൾസോ. അതെ ആ അത് ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഉള്ളൊരു ഫ്രീ KP ഓപ്ഷൻ ഉണ്ട് പുറകിൽ. എക്സിറ്റ് അത് വരിക. അല്ല അടുക്കള അവർ കഴുകാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. അവരിപ്പോഴും ചോദിക്കും നിങ്ങൾ പോകുന്നില്ല, അത് എന്തിനെങ്കിലും ഇരിക്കുക. ഇങ്ങനെ ഫുഡ് കഴിച്ചതിൻ്റെ ബഫറ്റ് ബില്ല് വന്നിട്ടുണ്ട്. എൻ്റെ കൂടെ കൂട്ടി 21,000 ആയിട്ടുണ്ട്. ഓക്കെ ഞങ്ങൾ ഫൈനലി ലീവിങ് ആഫ്റ്റർ മച്ച് വാർ അല്ലേ, ഫുഡ് വാർ ആയിരുന്നു. ഫുഡ് വാർ. ഇതാണ് സനോണിൻ്റെ കൗണ്ടർ. ഇവിടെ ജ്യൂസൊക്കെ കണ്ട് തീർത്തുണ്ടോ, ഫുള്ളുണ്ടായിരുന്നു, പുള്ളിയാണ് തീർത്തത് മൊത്തം. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ് ഗൈസ്. ഇപ്പോൾ സമയം 10 മണിയായി, ഇനി 1 മണിക്കൂറുണ്ട് ഇവിടുത്തെ റംസാൻ കൗണ്ടർ. അത് ഞങ്ങളോട്ട് ഇറങ്ങട്ടെ. എൻ്റെ ഔട്ടറൊക്കെ കാണിച്ചു തരാം. ആണ് റംസാൻ തീമിലൊക്കെ ഇവിടെ പണി വെച്ചിട്ടുണ്ട്. എന്താ റംസാൻ മുബാറക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഗൈസ് അങ്ങനത്തെ ഈ വർഷത്തെ ഇഫ്താർ ഇത് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഇവിടുത്തെ ഡേ കഴിഞ്ഞ് പോവുകയാണ്. സോ ഗൈസ് യു ആർ ഗോയിങ്. മുത്തണ ഓടിക്കുന്നെന്ന് പറയുന്നു. എന്ത് താക്കോൽ ഞാൻ വന്ന ഇതെ കേറിപ്പോയിരുന്ന എന്റെ ഫ്ലോ കളഞ്ഞില്ലടാ. ഞങ്ങളങ്ങനെ ഫൈനലി വീട്ടിൽ വന്നു. എല്ലാവരും വാഹനമൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു. ഏകദേശം വേണ്ട 1:42 2 മണിയായി. ഞാൻ വീട്ടിൽ കയറട്ടെ. ബൈ.